ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നിരിക്കുന്ന ആ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇന്ന് രോഗികളായിട്ട് ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യം കൊടുക്കണമേ. കിടക്കയിൽ കിടന്ന് കേൾക്കുന്നവർ കാണുമല്ലോ, ഭവനത്തിൽ പ്രയാസത്തിലായിരിക്കുന്നവർ കാണുമല്ലോ, സാമ്പത്തിക ഞെരുക്കത്തില്, കടഭാരത്തില്, ജോലിയില്ലാത്തവർക്ക്, തലമുറ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, എല്ലാവരുടെയും വിഷയത്തിന് മേലെ അവിടുന്ന് മറുപടി നൽകണമേ. അവിടുത്തെ അടുക്കൽ വന്ന എല്ലാ രോഗികളെയും ഒരു വ്യക്തിയെ പോലും മറക്കാതെ അവിടെ സൗഖ്യമാക്കി വിടുവിച്ചു. ഇന്ന് സൗഖ്യത്തിന്റെ പകൽക്കാലമാക്കി തീർക്കണം. അവിടുന്ന് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇന്ന് അത്ഭുതത്തിന്റെയും അതിശയത്തിന്റെയും സകല പ്രാർത്ഥനകളുടെ മറുപടിയുടെയും പകൽക്കാലമാക്കി തീർത്തിരിക്കാൻ കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നത് നാം അക്കരയ്ക്ക് പോക എന്നുള്ള ടൈറ്റിലോട് കൂടെയാണ്. കുറിവാക്യമായി നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം വായിക്കും. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബേത്സയിലേക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. കർത്താവ് നിർബന്ധിച്ചു എന്നുള്ള ഒരു വാക്ക് വേറെ എവിടെയെങ്കിലും വേദോസ്തത്തിൽ നമ്മൾ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ശരിയല്ലയോ? യേശു ക്രിസ്തു നിർബന്ധിച്ചു. അപ്പോൾ ഇവരെ ശിഷ്യന്മാരെ നിർബന്ധിക്കുക. അതിന്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ അറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എല്ലാവരും തൃപ്തരായി തീർന്നു. വിജനമായ സ്ഥലത്ത് ജനം കൂടി വന്നു. കർത്താവ് പോകുന്നിടത്തൊക്കെ എന്താണ്, അന്നുള്ള ജനം മുഴുവനും കൂടി വരുമായിരുന്നു. കാരണം കർത്താവിന്റെ ഓരോ ശബ്ദവും കേൾക്കാൻ അവരുടെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുക. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ശബ്ദം ആരും കേട്ടിട്ടില്ല. അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ. അതുകൊണ്ട് പുരുഷാരം അങ്ങ് തിക്കിത്തിരക്കുകയാണ്. കർത്താവ് എവിടെ പോയാലും, രാത്രിയാണേലും പകലാണെങ്കിലും, 3 ദിവസം ആഹാരം കഴിക്കാതിരുന്നാലും ഒന്നും അവർക്കൊരു പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലം അന്നത്തെയായിട്ട് നമ്മൾ ചിന്തിക്കണം. അവർ താല്പര്യത്തോടെ വന്നതുകൊണ്ടാണ് ജനം മുഴുവൻ അനുഗ്രഹം പ്രാപിച്ചത്. അവരിൽ 1000 രക്ഷിക്കപ്പെട്ടു. കർത്താവിന്റെ ക്രൂശുമരണത്തിന് ഉയർപ്പിന് ശേഷം ഈ വചനം കേട്ടവരൊക്കെ എന്താണ് വലിയ സുവിശേഷകരായി തീർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1000 ദൈവഭാഗത്തേക്ക് വന്നു. കാരണം എന്താ ചോദിച്ചാൽ ദൈവവചനം കേട്ടത് കൊണ്ടാണ്. ദൈവവചന കേൾവിയാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞത്. വചന കേൾവിയാൽ വചന കേട്ടവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ട് പ്രസംഗം, ദൈവവചനം നമ്മൾ കേൾക്കണം. അതാണ് താല്പര്യത്തോടെ കേൾക്കണം. പുരുഷാരം വന്ന് അങ്ങ് താല്പര്യത്തോടെ കേൾക്കുക. എന്നിട്ട് അവരുടെ വിശപ്പിനെ കർത്താവ് പറഞ്ഞു. അവരാരും പറഞ്ഞില്ല ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾ വീട്ടിൽ പോകട്ടെ, ഇത്രയും മണിക്കൂറായി, ഇതെന്തൊരു വചനമാ എന്നൊന്നും പറഞ്ഞില്ല. പ്രിയമുള്ളവർ, അവർക്ക് താല്പര്യമാണ്. അതുകൊണ്ട് അവരുടെ അടുക്ക വന്ന രോഗികൾ സൗഖ്യമായി, അവരുടെ ജീവിതം ആകെ മാറി. അതുകൊണ്ട് അവരെ പറഞ്ഞയച്ച ശിഷ്യന്മാരെ സംബന്ധിച്ചോളം രാത്രിയായി, അവരക്കരയ്ക്ക് പോകേണ്ട സമയമായി. അവരെ നിർബന്ധിച്ച്, അവര് കർത്താവിന്റെ കൂടെ നിൽക്കുവാൻ ആഗ്രഹിച്ച് അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞയച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവ് പലപ്പോഴും അക്കരയ്ക്ക് പോകുവാനുള്ള ഒരു നിർബന്ധം വരും. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്താണ്, അവരങ്ങ് പോയി. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന് മനസ്സിലായി ഇവരെ പറഞ്ഞയച്ചെങ്കിലും വലിയ കാറ്റും കോളും. ശിഷ്യന്മാരാ. കാരണം ഈ ശിഷ്യന്മാരോട് ശത്രുവിന്റെ വലിയ പോരാട്ടമുണ്ട്. അവരെ ചിതറിക്കുവാൻ, അവരെ മാറ്റിക്കളയുവാൻ, കർത്താവിൽ നീക്കിക്കളയുവാൻ അവരോട് വലിയ പോരാട്ടമുണ്ട്. അവരുടെ നേരെ വലിയ കാറ്റും കോളും വന്ന് അവര് പടക് പോകുമാറുള്ളതായ കാറ്റും കോളും വന്നപ്പോൾ കർത്താവ് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? കർത്താവില്ലയോ, ഹല്ലേലൂയ, ലോക സംഭവങ്ങളിൽ അത്ഭുതങ്ങളും അടയാളം ചുമ്മാതെ കാണിക്കാൻ വേണ്ടി കർത്താവ് ഒന്നും ചെയ്യത്തില്ല. അവരുടെ ആവശ്യം അറിഞ്ഞിട്ട് അവരുടെ രക്ഷയ്ക്കായിട്ട് കർത്താവ് കടലിന്റെ മീതെ നടന്നു ചെല്ലുന്നു. അവർക്ക് തോന്നി ഇത് ഭൂതമാണ്. കാരണം അവരുടെ ഒരു കൺസെപ്റ്റിൽ, അവരുടെ അറിവില് വേറെ ആർക്കും അങ്ങനെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. അവർ ഭയപ്പെട്ടു. ഉടനെ കർത്താവ് പറയും ഞാനാണെന്ന് പറഞ്ഞ് അവരോട് അപ്പൊ ചെല്ലുന്നു. അവരെല്ലാം സ്വസ്ഥരായി തീരുന്നു. മാത്രമല്ല, പത്രോസ് നടക്കുവാനായിട്ട് ശ്രമിക്കും. ഈ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി. അവിടെ ചെല്ലുമ്പോൾ അനേകര് രോഗികളെയൊക്കെ കർത്താവ് അവിടെ വന്നു എന്നറിഞ്ഞപ്പോൾ രോഗികളെല്ലാം കൂട്ടിക്കൊണ്ടുവരും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വലിയൊരു അത്ഭുതം പ്രവൃത്തി നടക്കാൻ വേണ്ടി അവരെ മുന്നോടിയായിട്ട് പറഞ്ഞയക്കുകയാണ്. കർത്താവ് അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ച് നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 8:18 വേറൊരു സംഭവമാണ് നടക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, കർത്താവും ശിഷ്യന്മാരും പടകിൽ കയറി ഒരുമിച്ച് യാത്ര ചെയ്യുക. കർത്താവ് ക്ഷീണിച്ചിട്ട്, ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് കർത്താവ് പടകിൽ കിടന്ന് ഉറങ്ങി. നമുക്ക് ഓർക്കണം, കർത്താവ് നമ്മെപ്പോലെ ശരീരത്തിലായതുകൊണ്ട് കർത്താവിന് ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഇതെല്ലാം ഉള്ളതായ നമ്മുടെ ശരീരം, അതേ ശരീരത്തിലാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. സ്വർഗത്തിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല. താൻ ആയിരിക്കുന്നത് പോലെ ആയിരുന്നെങ്കിൽ ഇല്ല. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജഡശരീരം എടുത്തു വന്നവനായ കർത്താവിന് ഉറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ വേദോസ്തത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ഉള്ളതായ പടകിലും വലിയ കാറ്റടിക്കുകയാണ്. അപ്പോഴത്തേനും ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. അവർ നോക്കിയപ്പോൾ അല്ലാത്ത പ്രശ്നമാണ്. ഉടനെ കർത്താവിനെ ഉണർത്തി.
കർത്താവ് അവരെ അയ്യോ നല്ല കാര്യം എന്നെ ഉണർത്തിയെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഭീരുക്കളായി തീർന്നത് എന്തുകൊണ്ടാണ്? കാരണം കർത്താവുള്ള പടകിൽ എത്ര കാറ്റും കോളും അടിച്ചാലും അത് മുങ്ങത്തില്ല. അവർ മനസ്സിലാക്കേണ്ട ഒരു പാഠമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, യേശു ഉള്ളതായ പടക് ഒരിക്കലും മുങ്ങത്തില്ല. എത്ര കാറ്റ് വരട്ടെ, എത്ര കോള് വരട്ടെ, എത്ര പ്രശ്നം വരട്ടെ, 100 പ്രശ്നങ്ങൾ വരട്ടെ, കർത്താവ് പടകിലുണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടുകയേ വേണ്ട. കർത്താവ് ഉറങ്ങിക്കിടക്കാൻ നമുക്ക് തോന്നും, പക്ഷേ കർത്താവിന്റെ നിയന്ത്രണത്തിലാണ് സകലവും നടക്കുന്നത്. അങ്ങനെ സുവിശേഷം 8:18 വായിക്കുന്നത്, എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. അവിടെ കൽപ്പിക്കുകയും യേശു അവരോട് കൂടെ, വലിയ പുരുഷാരം വരുന്ന ആ സമയത്ത് അക്കരയ്ക്ക് പോകാൻ. കാരണം ശിഷ്യന്മാർ വളരെ ക്ഷീണിച്ചു വരികയാണ്, അവർ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വരികയാണ്, അവർക്കല്പം റെസ്റ്റ് ആവശ്യമാണ്, അതിനുവേണ്ടി അക്കരയ്ക്ക് പോകാൻ. എന്നാൽ അക്കരയ്ക്ക് ചെല്ലുന്ന ആ സമയത്ത് അവിടെ കാണുന്ന എന്താണെന്നറിയാവോ? ലഗ്യോൻ ബാധിച്ചതായ ആ മനുഷ്യൻ അവിടെ കടന്നു വരികയാണ്. അപ്പോൾ കർത്താവിന് അവിടെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അക്കരയ്ക്ക് പോകുന്നിടത്ത് അവിടെ ഒരു മനുഷ്യൻ നാളുകളായിട്ട് ഭൂതബാധിതനായിട്ട് അവിടെ ഉണ്ട്. അവിടെ ചെന്ന് ആ മനുഷ്യനെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവൻ നഷ്ടപ്പെട്ടു പോകും, ആ ദേശ സുവിശേഷം അറിയാനിടയായി തീരത്തില്ല. അതുകൊണ്ട് അക്കരയ്ക്ക് പോകുന്ന കർത്താവിനെ നമുക്ക് കാണാം. അതുകൊണ്ട് അക്കരയ്ക്ക് പോകുക എന്നുള്ളത് ഒരു വലിയ സംഭവമാണ് പ്രിയമുള്ളവരെ. ആലിൽ സോ വി നീഡ് ടു ഗോ ഫ്രം ദിസ് സൈഡ് ടു ദ അതർ സൈഡ്. നമ്മുടെയും ജീവിതത്തിൽ അക്കരയ്ക്ക് പല കാര്യങ്ങളും അക്കരയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. അക്കരയ്ക്ക് പോകുന്ന സിയോൻ സഞ്ചാരി എന്ന് പാടുമ്പോൾ യോർദാൻ നദി കിടക്കുന്ന അനുഭവമാണ്. മരണമാകുന്ന യോർദാൻ നദി കടന്നിട്ട് നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തുന്നതിന്റെ ഒരു അടയാളമാണ് യോർദാൻ കടക്കുക എന്നുള്ളത്. അപ്പോൾ അക്കരയ്ക്ക് പോവുക എന്നുള്ളതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് നമ്മളോട് പറയുന്നു അക്കരയ്ക്ക് പോകുവാനായിട്ട്, ടു ഹാവ് സം റെസ്റ്റ് ആൻഡ് കമ്മ്യൂണിയൻ വിത്ത് ഹിം. അതുകൊണ്ട് രണ്ടാമതായി ഈ അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടൊപ്പം അല്പ റെസ്റ്റും കമ്മ്യൂണിയനും ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ പടകിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും പുരുഷാരത്തിന്റെ പ്രശ്നമില്ല, കർത്താവിനും റെസ്റ്റ് കിട്ടി, ശിഷ്യന്മാര് റെസ്റ്റ് എടുക്കാൻ നോക്കി, കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പ്രയാസങ്ങളൊക്കെ വന്നെങ്കിലും അവർക്ക് അത് സാധിച്ചു. പിന്നെ എന്താണ്? ടു നോ ഹിം, യേശുവിനെ കുറച്ചുകൂടെ അറിയാൻ വേണ്ടി. അതുവരെ കർത്താവിനോട് നടക്കുന്തോറും ശിഷ്യന്മാര് കർത്താവിനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കും ദൈവജനമേ, നമ്മൾ കരുതരുത് എന്താണ് വിശ്വാസത്തിലേക്ക് വന്നു രക്ഷിക്കപ്പെട്ടു സുവിശേഷം കേട്ടു. നോക്കണം, EGM ഇന്ത്യയുടെ ഒരുപാട് ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നു, സുവിശേഷ വേല നടക്കുന്നു. അവിടെ പോയി സുവിശേഷം അറിയിച്ചേച്ച് ഇങ്ങ് പോരാനായിരുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും വളർച്ച ലഭിക്കത്തില്ല. നമ്മൾ ഇന്ന് കേട്ടില്ല, 8 പേരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്നവരുടെ പേരുകൾ ഇവിടെ വായിച്ചു. ഇതൊക്കെ വാസ്തവമാണ് വെസ്റ്റ് ബംഗാളിൽ സിലിഗുഡി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത്. അതുകൊണ്ട് പലതരത്തിലുള്ള ആൾക്കാര് ജയപായ്ഗുരി, കട്ടൽഗുരി എന്നുള്ളതായ 3 സ്ഥലങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന 8 പേര്, ആ ദേശക്കാർ, ആ ഭാഷ അറിയാവുന്നവർ. അതുകൊണ്ട് ഇതാണ് ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? പൗലോസ് മിഷണറി യാത്ര നടത്തുകയാണ്. 1ാമത്തെ യാത്ര, 2ാമത്തെ യാത്ര, 3ാമത്തെ യാത്ര. അവർക്ക് ലേഖനങ്ങൾ എഴുതുന്നു, വീണ്ടും വീണ്ടും പോയി കാണുന്നു. ഇതാണ് ക്രിസ്തീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അവരെ വിശ്വാസം നിലനിർത്തണം. ഈ അവസാന നാൾ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒന്നും കണ്ട് ഭയപ്പെടരുത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് സഭ വളരുന്നത്. എപ്പോഴും ക്രിസ്തീയ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് അതാണ്. എവിടെ പ്രതികൂലം ഉണ്ടോ അവിടെ സഭ വളരും. കാരണം കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം അന്നുണ്ടായിരുന്ന ശിഷ്യന്മാരും അന്നുണ്ടായിരുന്ന ക്രിസ്തു വിശ്വാസത്തിൽ വന്നവരും അവരനുഭവിച്ച പോലുള്ളതായ ത്യാഗങ്ങൾ ആർക്കും അനുഭവിക്കേണ്ടി വന്നില്ല. അനേകർ കൊല്ലപ്പെട്ടു, ചക്രവർത്തിയാൽ ഉപദ്രവിക്കപ്പെട്ടു, ചിലരെയൊക്കെ തീ പന്തങ്ങളായിട്ട് കത്തിച്ച് എന്ന് വേണ്ട, സിംഹത്തിന്റെ ഗുഹയിൽ ഒരുപാട് പേര് കൂടി വരുന്നിടത്ത് അവരെയൊക്കെ കൊല്ലുന്നത് വലിയ കാര്യമായിട്ട് കാണുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു അനുഭവം. പക്ഷെ അവരുടെ വിശ്വാസം അവർ കളഞ്ഞില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു, ഇപ്പൊ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞുണ്ടായി, എന്നിട്ട് ആ കുഞ്ഞിനെ അതിനൊന്നും ആഹാരം കൊടുക്കാതിരുന്ന അതങ്ങ് ഉണ്ടായെന്നുള്ളതല്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മരിച്ചു പോകും. അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരെ നിലനിർത്തണം. അതുകൊണ്ടാണ് പല പർപ്പസോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ യോജന ഇല്ലയോ, വിദ്യാകിരൺ യോജന, കൃപാഭവൻ യോജന, സബ്കോ ശിക്ഷ, സബ്കോ ഭവൻ. ഇതൊക്കെ എന്താണ്? സാമ്പത്തികമായ ഉയർച്ചകർക്ക് ഉണ്ടാകണം, അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അതുകൊണ്ട് വലിയ ഉദ്ദേശത്തോടെ ഇതൊക്കെ ദൈവം നൽകിയ പ്ലാനാണ്. ഈ EGM വളർന്നുകൊണ്ടിരിക്കുക. ലക്ഷ്യങ്ങൾ ശരിയാകുമ്പോഴും പ്രവർത്തനം ശരിയാകുമ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കും. അതിൽ പ്രവർത്തിക്കുന്നവർ, ദയവായിട്ട് ഇതിൽ സംബന്ധിക്കുന്നവർ എങ്ങും പോകാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ പലരും പ്രായമായവരുണ്ട്, അവിടെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഓരോ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവമേ, അവിടെയുള്ള സുവിശേഷകരെ അവിടുന്ന് സുരക്ഷിതരായി കരുതണം. നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ മത്തായി സാർ യാത്ര ചെയ്യുന്നു, കൂടെ ഇരിക്കണം. കൂടെ യാത്ര ചെയ്യുന്നവരെ അതുപോലെ എല്ലാവരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണുള്ളത്. അതുകൊണ്ട് സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓരോ ദിവസം നടക്കുന്ന
ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അബുദാബിയിൽ തുടങ്ങിയതായ 34 വർഷമായ കൂട്ടായ്മയിൽ ഞങ്ങൾ എന്നും EGF പേരെഴുതി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകർ സംബന്ധിക്കും, അതിലുള്ളവർ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. ഇന്ന് ലിങ്ക് അയച്ചു കൊടുക്കാൻ ഇച്ചിരി താമസം വന്നു, അല്ലെങ്കിൽ ഇന്ന് കുറച്ചു പേരുടെ കണ്ടേന്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുമിച്ച് നിൽക്കണം പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കുന്നവരായി തീരണം. കർത്താവിനോട് കൂടെ നടന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കർത്താവിനെ മനസ്സിലായി. അതുകൊണ്ടാണ് ഇവൻ ആരെന്ന് അവര് പറഞ്ഞ് ശിഷ്യന്മാര് തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ സംഭവത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിച്ചെടുത്ത് തുടർന്ന് വായിക്കുമ്പോൾ ഇവൻ ആരാണ്? ഇവൻ കാറ്റിനോടും കടലിനോടും പറയുമ്പോൾ എന്താണ് അതങ്ങ് അനുസരിക്കുകയാണ്. വലിയ കാറ്റാണെങ്കിലും വലിയ കോളാണെങ്കിലും എല്ലാം. അതുകൊണ്ട് ദൈവമക്കളും ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ ആരെന്ന് മനസ്സിലാക്കുന്നവരാണ് ദൈവമക്കൾ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി നൽകും. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. ഇത് പറയുന്നവരുടെ മഹത്വമല്ല, പറയുന്ന മനുഷ്യർക്കൊന്നും ഒരു മഹത്വവും ഇല്ല. മഹത്വം മുഴുവനും ദൈവത്തിനുള്ളതാണ്. നമ്മിൽ കൂടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മെ ഒരു ആയുധമായി ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ബലഹീനനാണെന്നും പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. വലിയ ആളാണെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നവർക്കൊന്നും അവരെ എടുത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ബലഹീനരായിട്ട് ദൈവമേ അവിടുത്തെ കൃപ ആവശ്യമാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. എനിക്ക് നിങ്ങൾക്കും ആവശ്യം ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ഇവരോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു 2 പ്രാവശ്യം പറയുന്നു. കൂടെ ഇരിക്കുമ്പോൾ കർത്താവിനെ അറിയുവാനായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാനിടയായിത്തീരും. പിന്നെ ടു സീ ഹിസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് പവർ, കർത്താവിന്റെ ശക്തിയുടെ വെളിപ്പെടുത്തൽ, കാറ്റും കോളും നീങ്ങുന്ന അനുഭവം. പിന്നെ എന്താണ്, അവിടെ ചെല്ലുമ്പോൾ 2000 ഭൂതം ബാധിച്ച ഭൂതഗ്രസ്തൻ, എന്റെ ദൈവമേ, അവനെ പിടിച്ചു കെട്ടാൻ ദേശക്കാർക്കൊന്നും കഴിഞ്ഞില്ല. ചങ്ങല കൊണ്ടൊക്കെ ബന്ധിച്ചിട്ടും ഒന്നും ഒരു രക്ഷയില്ല. അതെല്ലാം ഉരുമി ഒടിക്കുകയാണ്. ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ആരുമില്ലാത്തപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്തായിട്ട് അത് നടക്കുമ്പോൾ കർത്താവിന് അത് കാണാതിരിക്കാൻ കഴിയത്തില്ല, കർത്താവിനോട് ചെല്ലാതിരിക്കാൻ കഴിയത്തില്ല, കർത്താവിന് അവനെ വിടുവിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ്. അതുകൊണ്ടാണ് അക്കരയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞത്. കർത്താവ് നമ്മളോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞാൽ അവിടെ ചിലത് കർത്താവിന് ചെയ്യാറുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കർത്താവ് സംസാരിക്കുകയാണ്, മകനെ മകളെ നീ അക്കരയ്ക്ക് വരിക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഉറങ്ങുകയാണെന്ന് നിനക്ക് തോന്നുന്നു, ഇല്ല, ഞാനാണ് നിന്നെ അയക്കുന്നത്. ആദ്യം കണ്ടു നിർബന്ധിച്ചു. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് ഇന്ന് സംബന്ധിക്കുന്ന എല്ലാവരോടും ദൈവവചനം സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവൻ രേഖപ്പെടുത്തി ദൈവവചനം സംസാരിക്കുന്നു, മകനെ മകളെ നീ അക്കരയ്ക്ക് പോകുക. കർത്താവ് അയക്കുന്ന വലിയ പുരുഷാരമല്ല ഇപ്പുറത്ത് നിൽക്കുമ്പോൾ കർത്താവിനാൽ അയക്കപ്പെട്ടവർക്കേ അക്കരയ്ക്ക് പോകാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് കർത്താവെ അയക്കപ്പെട്ട വ്യക്തിയാക്കി എന്നെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരോടും ഇന്ന് കർത്താവ് സംസാരിക്കുക, മകനെ മകളെ നീ അക്കരയ്ക്ക് പോകുക, ദൈവം അയക്കുന്നിടത്ത് പോകുക, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുക, അവന്റെ ശക്തി വെളിപ്പെട്ട് വരുന്ന അനുഭവത്തിലേക്ക് പോകുവാനായിട്ട് ദൈവം നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. He may compel you to go to the other side of the sea alone. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നിന്നെ നിർബന്ധിക്കും അക്കരയ്ക്ക് പോകാനായിട്ട്. ഒന്നാമതായി, he may send you to face the stormy sea alone. ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ കാറ്റും കൊടുങ്കാറ്റും ഉള്ളതായ ആ ഒരു കടൽ കൂടെ പോകാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞതാണെങ്കിൽ നീ അക്കരയ്ക്ക് എത്തും, യാതൊരു സംശയമില്ല. രണ്ടാമത്, he may stay back but he is staying back to pray to the heavenly father. കർത്താവ് ഒരു പക്ഷേ എന്താണ്, ആദ്യത്തെ കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി പിതാവിനോട് സംസാരിപ്പാൻ വേണ്ടിയാണ്. കർത്താവ് സ്റ്റേ ബാക്ക് ചെയ്യുകയാണെന്ന് പലപ്പോഴും തോന്നുന്നു. ദൈവമേ എന്നെ നീ വിളിച്ചിറക്കി, ദൈവമേ നീ എന്നോട് കൂടെ ഇല്ലയോ, എന്താ നടക്കുന്നത്, ഇതൊന്നും നീ കാണുന്നില്ലയോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ ജനത്തിന് പറ്റിയ വലിയ കുഴപ്പം, അവർ പിറുപിറുക്കുന്നവരായി തീരുന്നു. 430 വർഷം അടിമകളായിരുന്നവരെ ദൈവം മരുഭൂമിയിലേക്ക് വിളിച്ചിറക്കി. അവര് വലിയ സന്തോഷത്തോടെ പുറപ്പെട്ടു. പക്ഷെ മരുഭൂമി ചെന്നപ്പോഴത്തേക്കിന് അവരുടെ സ്വഭാവം അങ്ങ് മാറി. അവർക്ക് ഇച്ചിരി വിശപ്പ് വന്നപ്പോഴത്തേക്കിന് അവരുടെ സ്വഭാവം മാറി, ദാഹം വന്നപ്പോഴത്തേനും സ്വഭാവം മാറി. അവര് മരുഭൂമിയിൽ എവിടുന്ന് വെള്ളം കിട്ടും, എവിടുന്ന് ആഹാരം കിട്ടും എന്നുള്ള ചിന്തയായി. എന്നാൽ ദൈവം വിളിച്ചിറക്കിയെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം കരുതുമെന്നുള്ളത് വിശ്വസിപ്പാൻ അവർക്ക് കഴിയാതെ ഇരുന്നു. അതുകൊണ്ടാണ് മോശ നിലവിളിക്കുകയും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം കൊടുത്തു, മന്ന ദൂതന്മാർ ഭക്ഷിക്കുന്ന ആഹാരം കൊടുത്തു. ദൈവം വിളിച്ചിറക്കിയാൽ നീ ഭക്ഷിക്കുന്ന ആഹാരം എന്തായിരിക്കും? ദൂതന്മാർ വിളിച്ചിറക്കിയ ആഹാരമായിരിക്കും. ദൈവം വിളിച്ചിറക്കിയാൽ നീ ഭക്ഷിക്കുന്ന മാംസം എന്തെന്നറിയാവോ? ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും പോഷകരമായിട്ടുള്ളതായിരിക്കും. ദൈവം നിന്നെ വിളിച്ചിറക്കിയാൽ അത് മരുഭൂമിയാണെങ്കിലും പകൽ മേഘസ്തംഭമായി എയർ കണ്ടീഷൻ ചെയ്ത അന്തരീക്ഷമായിരിക്കും. ദൈവം വിളിച്ചിറക്കിയാൽ രാത്രി അഗ്നിസ്തംഭമായി ഒരു ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. ഇന്നുള്ള ഇലക്ട്രിസിറ്റിയെക്കാളും
പ്രകാശമുള്ളതായിരിക്കും. ദൈവം വിളിച്ചിറക്കിയാൽ അവിടെ കാലൊന്നും വീങ്ങിയില്ല, അവിടെ വസ്ത്രമൊന്നും പഴകിപ്പോയില്ല, അവിടെ ചെരുപ്പൊന്നും അഴിഞ്ഞു പോയില്ല, എല്ലാം അനുഗ്രഹമായി. എന്നെ കേൾക്കും ദൈവം ഇതിലെ ദൈവം നിന്നെ അക്കരയ്ക്ക് പോകുവാനൊക്കെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ടാൽ മാത്രം മതി. ഇന്നത് കേൾക്കുന്നവരെല്ലാം ദൈവം വിളിക്കുക, മകനെ മകളെ അക്കരയ്ക്ക് പോവുക. ചിലപ്പോൾ നിർബന്ധിച്ച് നമ്മെ മാത്രം അയക്കുകയാണോ എന്ന് തോന്നും. ഇല്ല, ആ പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ഒരുപക്ഷെ പിതാവ് പറഞ്ഞു കാണും, മോനെ നോക്ക്, അവരവിടെ കർത്താവ് അവിടെ ചെല്ലുകയാണ്, കടലിന്റെ മീതെ നടന്നു അവരൊരു അത്ഭുതം കാണുകയാണ്. ഏത് കടലിന്റെ മീതെയും നടന്നു വരുവാൻ കർത്താവിന് കഴിയും. കർത്താവിന് ബോട്ടും വേണ്ട, വേറൊന്നും വേണ്ട, വേറൊരു ലോകത്തിന്റെ ഉപാധികൾ വേണ്ട. അതിൽ കൂടെയൊക്കെ കർത്താവ് സഞ്ചരിക്കും മനുഷ്യരായിട്ടിരിക്കുന്ന അവസ്ഥയില്. ഹല്ലേലൂയ. അതേ കർത്താവിന് തന്നെ കടലിന്റെ മീതെ നടക്കുവാൻ കഴിയും. അതൊരു പ്രത്യേക അത്ഭുതമല്ല, കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് പത്രോസ് പറഞ്ഞപ്പോൾ അവനും നടന്നു. അവന്റെ വിശ്വാസം അങ്ങോട്ട് മാറി, അവൻ ക്ഷീണിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്ത് ചെയ്തു? കർത്താവിനെ നിലവിളിച്ചു, കർത്താവിനെ പിടിച്ചു. അതുകൊണ്ട് ഈ കടലിന്റെ മീതെ നടക്കുന്നവനാണ് കർത്താവ്, നമ്മയും നടത്തുന്നവനാണ് കർത്താവ്. കർത്താവ് പറഞ്ഞയച്ചാൽ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? അക്കരയ്ക്ക് പോകാം. മകനെ മകളെ, നീ ഇവിടെ കിടന്ന് തള്ളിയോണ്ടൊന്നും വലിയ കാര്യമില്ല. വലിയ തെള്ളും തിരക്കുമായിട്ട് അറിയാമല്ലോ, കേരളത്തിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ ഇതിന് വലിയ പങ്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അന്നേ സുവിശേഷം അറിയിക്കണമായിരുന്നു. അതിനുവേണ്ടി വാതിലുകൾ ഒത്തിരി തുറന്നു കിടക്കുകയായിരുന്നു, ആരും ദോഷം ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ സുഖിച്ച് കർത്താവെ തരണേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ മാളികൾ പണിഞ്ഞ് 2 നിലയും 3 നിലയൊക്കെ പണിഞ്ഞ് ഇന്നും ആരും താമസമില്ലാത്ത അവസ്ഥയില് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ചോദിച്ചാൽ തരും. എന്നാൽ അക്കരയ്ക്ക് പോകാനുള്ളതായ ശബ്ദം കേൾക്കുന്നവർ അക്കരയ്ക്ക് പോകണം. അവിടെയാണ് ദൈവത്തിന്റെ വേലയുള്ളത്, അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതമുള്ളത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു, അക്കരയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞയച്ചു. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് വലിയ ചെങ്കടൽ ആലലും. എന്നിട്ട് ഫറവോനും സൈന്യം പുറകിന് വരിക. കർത്താവ് തന്നെ അനുവദിച്ചതാണ് ഈ ഫറവോനെയും സൈന്യത്തെയും പുറകിന് വരാൻ വേണ്ടി. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര കഠിനമാണല്ലോ കർത്താവ്, ഇത് വലിയ പ്രശ്നമാണല്ലോ, ഈ രോഗം മാറാത്ത രോഗമാണല്ലോ, ഇത് എന്തിനു എനിക്ക് തന്നു? ഇല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ചെങ്കടൽ മുൻപിലും ഫറവോനും സൈന്യവും പിന്നിലുമായിട്ട് വരികയാണ്. ഇവരെന്തോ ചെയ്യാനാ? യുദ്ധം ചെയ്യാനാ? അവർക്ക് അറിഞ്ഞുകൂടാ. രഥങ്ങളും കുതിരകളും വാളും വടിയും എല്ലാമായിട്ട് ഫറവോനും സൈന്യം വരികയാണ്. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ചെങ്കടലിന്റെ അക്കരയ്ക്ക് പോകുവാൻ ദൈവം കൽപ്പിച്ചു. മറക്കരുത്. ഹല്ലേലൂയ. വലിയ ചെങ്കടലിന്റെ അക്കരയ്ക്ക് പോകുവാൻ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന നിന്റെ തെരഞ്ഞെടുപ്പാകുന്ന വടിയുണ്ടല്ലോ, അങ്ങോട്ട് നീട്ട്. മോശയോട് ചുമ്മാതെ നിൽക്കാൻ പറഞ്ഞാലും ഒന്നും പറയാതെയും കർത്താവിന് വേണ്ടി ഇത് വിഭജിക്കാമായിരുന്നു. ഇല്ല, നമ്മളെ പങ്കുണ്ട് പ്രിയമുള്ളവരെ. ചെങ്കടൽ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നതിന് എന്റെയും നിങ്ങളുടെയും പങ്കുണ്ട്. മോശ കടലിലെടുത്ത് ചാടുകയൊന്നും ചെയ്തില്ല. മോശയോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിന്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, ഇതുവരെ അത്ഭുതകരമായി നടത്തിയ ആ സാക്ഷ്യത്തിന്റെ വടിയുണ്ടല്ലോ, അതങ്ങോട്ട് നീട്ടിയാൽ മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, ചെങ്കടലിന്റെ അടുക്കൽ നിൽക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ചെങ്കടലിനെ മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസത്തിന്റെ വടി അങ്ങോട്ട് നീട്ടിയാൽ മതി, ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. ചെങ്കടൽ 2ആയിട്ട് ഉപയോഗിച്ചു. ഉണങ്ങിയ നിലം, ഒരു കടലിന്റെ അടിയിലുള്ള സ്ഥലമെന്ന് പറയുന്നത് എപ്പോഴും ചള്ള നിറഞ്ഞതാണ്, നടക്കാൻ പറ്റാത്തതായിരിക്കും. എന്നാൽ ഉണങ്ങിയ നിലത്തൂടെ കുഞ്ഞുകുട്ടികളും എല്ലാവരും കൂടെ നടന്നു. അപ്പുറത്ത് തിരിഞ്ഞപ്പോ മോശയോട് പറഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞേച്ച് വടി അങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. ഇപ്പോൾ വടി അങ്ങോട്ട് നീട്ടി എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ആ കടൽ മുഴുവനും, ഫറവോനും സൈന്യം മുഴുവനും കടലിന്റെ നടുവിലായി. ചെങ്കടലിൽ അവർ താണുപോയി. പ്രിയമുള്ളവര്, ദൈവത്തിന്റെ പ്രവൃത്തി അതാണ്. നിന്റെ പ്രശ്നങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ചെങ്കടലിനെ കർത്താവ് മാറ്റിത്തരും. നിനക്കെതിരെ നിന്നെ നശിപ്പിക്കുവാൻ വരുന്ന ഫറവോന്റെ സൈന്യത്തെയും ഇതുവരെ കണ്ട മിസ്രൈമിനെ ഇനി മേലിൽ കാണുകയില്ലെന്നാ പറഞ്ഞു. ദൈവത്തിന് എല്ലാം കഴിയും. അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കുക, അക്കരയ്ക്ക് പോകുവാനായിട്ട് വിശ്വസിക്കുന്നവരായി തീരുക. അക്കരയ്ക്ക് ദൈവം നമ്മെ നിർബന്ധിക്കും. ഒരുപക്ഷെ കർത്താവ് ഹി മേ സ്റ്റേ ബാക്ക്. 4-മതായി, ഹി നോസ് ദ എക്സാക്ട് ടൈം ടു ഇന്റർവീൻ ആൻഡ് ദ എക്സാക്ട് വേ ടു ഇന്റർവീൻ. കർത്താവിന് അറിയാം ഒരു പ്രശ്നം വരുമ്പോൾ എപ്പോഴാ ഇടപെടേണ്ടത്. പല വിഷയങ്ങളൊക്കെ നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, കർത്താവെ തരണേ തരണേ, ഇന്ന് കിട്ടിയില്ലെങ്കിൽ ശരിയാവത്തില്ല കർത്താവെ, ഇന്ന് തന്നെ തരണേ, അല്ലെ നാളെ തന്നെ തരണേ. ഒന്നും പിടിവാശി വിളിക്കേണ്ട. നമ്മളെക്കാൾ അറിയാം ഏത് സമയത്ത് എന്താ തരണ്ടേ എന്നുള്ളത്. ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും, 10 വർഷം കഴിഞ്ഞ് കാണും, 17 വർഷം കഴിഞ്ഞ് കാണും. അതായത് ദൈവത്തിനറിയാം. നീ വിശ്വസിച്ചാൽ മതി. അബ്രഹാം വിശ്വസിച്ചു. അതായത് 70 വയസ്സ് കഴിഞ്ഞ അബ്രഹാം, ഹല്ലേലൂയ, പിന്നെയും കാത്തിരുന്നു. 75 വയസ്സ് കഴിഞ്ഞ അബ്രഹാം 25 വർഷം കൂടെ കാത്തിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസം സംശയിച്ചില്ല. അവന്റെ ശരീരം നിർജ്ജവമാണ്, സാറയുടെ ശരീരം നിർജ്ജവമാണ്, ലോകപ്രകാരം ഒരിക്കലും നടക്കത്തില്ല.
എന്നാൽ കർത്താവാണ് വിളിച്ചിറക്കിയത്. കനാൻ ദേശത്തേക്ക് പോകുവാൻ വെക്കണം വിളിച്ചിറക്കിയ കർത്താവാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. എന്നെ നിങ്ങളെ വിളിച്ചിറക്കിയത് അക്കരയ്ക്ക് പോകാൻ വെക്കണം ഇറക്കിയത് ദൈവസഭയിൽ എത്താൻ വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കിയിരിക്കുന്ന കർത്താവാണ്. അവരിൽ വിശ്വസിക്കുക, അവൻ നമ്മെ നടത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് ഇടപെടേണ്ടതെന്നുള്ളത് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഹിസ് ഇന്റർവെൻഷൻ മേ ഫ്രൈറ്റൻ യു, but when you come to know that it is he, you may even venture to come out of your safety boat and walk with him above the waters in the stormy sea. കർത്താവിന്റെ ഇടപെടല് നിന്നെ ഭയപ്പെടുത്തിയെന്നിരിക്കാം, എന്നാൽ കർത്താവാണെന്ന് തിരിച്ചു കയറി കഴിഞ്ഞാൽ നീ ഒരു പത്രോസ് ആണെങ്കിൽ പറയും, കർത്താവ് എനിക്കും കൂടെ നടക്കണം. കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോൾ നിന്റെ ഭയമെല്ലാം മാറിയിരിക്കും. എന്നെക്കൊക്കെ ദൈവം ഇതില് ഈ കടലിന്റെ മീതെ നടന്നു വരുന്ന ഒരു കർത്താവാണെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോൾ കർത്താവ് അക്കരയ്ക്ക് പോകാൻ പറയുമ്പോൾ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 8-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് അക്കരയ്ക്ക് പോകാൻ ശിഷ്യന്മാരും കർത്താവും കൂടെ പോകാൻ ഒരുങ്ങി. അപ്പോൾ ഇവിടെ വായിക്കുന്നു, അന്നൊരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്ന്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. നോക്ക, അക്കരയ്ക്ക് പോകുന്നവരുടെ കൂട്ടത്തില് വലിയ പുരുഷാരം നിൽപ്പുണ്ട്. ഒരു ശാസ്ത്രി വന്നിച്ച് പറയാം, കർത്താവിന്റെ വാചനം എല്ലാം വലിയ ഇഷ്ടം, അത് കേട്ടേച്ച് പറയും, നീ എവിടെ പോയാലും ഞാൻ. ചിലരൊക്കെ അങ്ങനെ കർത്താവിനോട് പറയും, അയ്യോ പലരോടും, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ചിലരോട് പറയും, നീ എവിടെ എന്താന്നേലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മളോട് കൂടെ നിൽക്കുന്ന ഇങ്ങനെ പറഞ്ഞ പല പാർട്ടികളെയും പിന്നെ തിരിഞ്ഞു നോക്കി അങ്ങോട്ട് കാണത്തില്ല, അവരുടെ പൊടി പോലും കാണത്തില്ല. ഈ ശാസ്ത്രി അങ്ങനെയായിരുന്നു. എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞു, അവന്റെ ഉള്ളിലിരിപ്പ് അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, യേശു അവരോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. അപ്പോൾ ഇവനോട് പറയുന്നത് അറിയാം, എവിടെ പോയാൽ എവിടെ കിടക്കുമെന്ന് അറിയത്തില്ല, തലയായി ഇടവില്ലാത്ത അവസ്ഥയിലേക്കാണ് നീ വരാൻ പോകുന്നത്. പിന്നെ ഈ ശാസ്ത്രിയുടെ അഡ്രസ്സ് പോലും ഇല്ല. അവന് വേണം കർത്താവ് പോകുന്നിടത്തെല്ലാം സന്തോഷമായിരിക്കും, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കും, തിന്നാൻ കിട്ടും, കുടിക്കാൻ കിട്ടും, പാർക്കാൻ കിട്ടും എന്നെല്ലാം വിചാരിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെ ഈ ശാസ്ത്രിയുടെ പൊടി പോലും കാണാനില്ല. ഇന്ന് അനേകരും അങ്ങനെയാണ്. ഈ ജീവനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ, സുവിശേഷ പ്രവർത്തിപ്പാട് ജോയിൻ ചെയ്യുവാനായിട്ടൊക്കെ പറയും, ഞാൻ കൂടെ നിൽക്കാം, അയ്യോ ഞാൻ കൂടെ നിൽക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ പാർട്ടികളൊന്നും കാണാനില്ല. അങ്ങനെ ആയിത്തീരുന്നു. വീണ്ടും നമ്മൾ 21-22 വാക്യത്തിൽ കാണുന്നു, ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, വേറെ ശിഷ്യനായിട്ട് കൂടെ നടക്കുന്ന പാർട്ടികൾ ഒരുത്തൻ വന്നേച്ച് പറയാ, കർത്താവേ, ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞെന്താ? യേശു അവരോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവരുടെ അടക്കം ചെയ്യുക. അപ്പൻ പ്രായമായിരിക്കുക, ചിലക്ക് കിടക്കയിലായിരിക്കും, ഇന്നോ നാളെയോ ഇവിടുന്ന് പോകുന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ നാട്ടിലെ ഭാഷ പറഞ്ഞ് തട്ടിപ്പോകുന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നിടത്ത് അവൻ വിചാരിച്ച അപ്പന്റെ കാലം കൂടെ ചെല്ലും പോകാത്തതുകൊണ്ടാ ഇന്ന് ഇവിടെ ഇരിക്കുന്ന വല്ലതും കാണും സുവിശേഷ വേല ചെയ്യാൻ ദൈവം വിളിച്ചത്. എന്നാൽ അപ്പനെ അടക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പനോട്ട് ജാഗത്തുമില്ല, നിങ്ങളോട്ട് പോകത്തുമില്ല. മറക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചേച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ സമയം കഴിയുകയാണ്. ഓക്കെ, താങ്ക് യു. നിർത്തിയാണ്. സെക്കൻഡുകൾ വിലപ്പെട്ട എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകാനായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവ് അക്കരയ്ക്ക് പോകാനായിട്ട് നമ്മെ നിർബന്ധിക്കുകയാണ്. മോശ അക്കരയ്ക്ക് അവരെ കടത്തി, യോശുവ യോർദാൻ കടത്തി ജനത്തെ നടത്തി. നമുക്കറിയാം, ഏലിയാവ് എലീശയും കൂടെ യോർദാൻ കടക്കുന്നു, എലീശ മടങ്ങി യോർദാൻ കടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. കർത്താവ് അക്കരയ്ക്ക് എന്നെ നടത്തണമേ, നിന്റെ വിളി അനുസരിച്ച് കർത്താവ് വരുവാൻ എന്നെ സഹായിക്കണമേ. അക്കരയ്ക്ക് പോകുവാൻ അവിടുന്ന് കൽപ്പിച്ചുവെങ്കിൽ അവിടെ എല്ലാ പ്രൊവിഷനും ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.